എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ വാഞ്ചോ കേക്ക് കഴിച്ചിട്ടുള്ളവർക്കറിയാം, രുചിയിൽ അതികേമമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി അരക്കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം 2 മുട്ടയ്ക്കകത്തേക്ക് ഇതുപോലെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ പതപ്പിച്ചെടുക്കുക. നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴത്തേനും 1/2 കപ്പ് പഞ്ചസാര, നമ്മൾ മൈദപ്പൊടി എത്രയാണോ എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെയാണ് പൊടിച്ച പഞ്ചസാര, ആ അളവിൽ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് ഇതുപോലെ 2-3 വട്ടമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് കണ്ടോ, ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരണം, നല്ല കേക്കിനൊക്കെ നല്ലൊരു രുചിയും കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ, ഞാൻ ഒരു മണമില്ലാത്ത വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ തവിടെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിന് മണമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, വെളിച്ചെണ്ണ ചേർക്കാതെ നോക്കിയാൽ മതി. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അല്പം പാലും കൂടെ, റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ സ്പീഡ് കുറച്ച് വേണം മിക്സ് ചെയ്താൽ. ഇത് സ്പീഡ് കൂട്ടി ഞാൻ ഇട്ടതേ ഉള്ളൂ. അപ്പം ഈ സ്പീഡിലൊന്നും അല്ല കേട്ടോ ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് സ്പീഡ് കൂട്ടിയാണ് കിടക്കുന്നത്. ഒത്തിരി കുത്തി ഇളക്കി അങ്ങോട്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കരുത്. അപ്പം കേക്ക് നമുക്ക് പൊന്തി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ സ്പീഡ് കുറച്ച് സ്ലോയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബാറ്റർ ഇവിടെ നമ്മുടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ പേപ്പറൊക്കെ വെച്ച് കേക്ക് ടിൻ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം. അത് നമുക്ക് ബേക്ക് ചെയ്ത് വെക്കാം. ബേക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് അടുത്ത സ്പഞ്ച് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിനകത്ത് ചോക്ലേറ്റിൻ്റെ വനിലയുടെ 2 സ്പഞ്ചാണ് വേണ്ടത്. അത് ഇതുപോലെ തന്നെ സെയിം അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് എക്സ്ട്രാ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ, അതുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് മാറ്റിയതിന് ശേഷം നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ 2 മുട്ടയും വനില എസൻസും ചേർത്ത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ചെയ്ത ആ പ്രോസസ്സ് തന്നെ, അതിന് യാതൊരു മാറ്റമില്ല. പിന്നെ കൊക്കോ പൗഡർ എക്സ്ട്രാ ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതാണ് എക്സ്ട്രാ ചേർക്കുന്നത്. ബാക്കിയെല്ലാം സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ എങ്ങനെയാണോ അത് ചെയ്ത് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇളക്കുവാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സായി വരും. കുറേശ്ശെ പാലൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിൽ ഇത് സ്പീഡ് കുറച്ചിട്ട് ഇതൊക്കെ വേണം ചെയ്യാൻ. ഇത് ഇച്ചിരി വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാൻ സ്പീഡും കൂട്ടിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പം സ്പീഡൊന്ന് കുറച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചെടുത്ത് ഇത് ബേക്ക് എടുക്കാം. ഒരു 30-35 മിനിറ്റ് മതിയാവും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഇവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഓവർ ബീറ്റ് ആകരുത്. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേക്ക് കട്ട് ചെയ്യുമ്പോൾ അത് പീസായിട്ട് അങ്ങ് പോകും, ഒറ്റ പീസ് കിട്ടത്തില്ല. അതാണ് ഓവർ ബീറ്റ് ആകരുതെന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൊണ്ടോ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. അപ്പം ഇത് ചേർത്ത് ക്രീമിലേക്ക് ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിനൊക്കെ നല്ല രുചിയൊക്കെ ഉണ്ടാവും. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഐസിങ് ചെയ്യുന്നതൊക്കെ, ഫില്ലിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ചിന് വേണ്ടി ചോക്ലേറ്റ് ഗനാഷ് ഒരിക്കലും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കേക്ക് ഇവിടെ സ്പോഞ്ച് തയ്യാറായിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ 2 പീസ് വെച്ച് കട്ടായിട്ടുണ്ട്, 4 പീസാക്കി കട്ടായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ബേസ് വെച്ച് കൊടുത്ത് നമുക്ക് വനിലയുടെ ഞാൻ ആദ്യം സ്പഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് ക്രീം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷും ചേർത്തിട്ട് പിന്നെ അല്പം ചോക്ലേറ്റ് ചീവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്
ചോക്ലേറ്റിൻ്റെ സ്പഞ്ചാണ്. അത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നിന്ന് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉപയോഗിച്ചിട്ട് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ചോക്ലേറ്റ് ഇച്ചിരി ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാണാതിരുന്നത്. നമുക്ക് ഇതിങ്ങനെ ടൈറ്റ് ആണെങ്കിൽ പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വരും. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാനത് ചെയ്തില്ല. അതുപോലെ തന്നെ സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് ഇതെല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഇതൊന്ന് ലെവലാക്കി എടുക്കാം, സൈഡിലൊക്കെ എക്സ്ട്രാ വന്നിട്ടുള്ളത്. അതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ക്രീം ഇട്ട് കൊടുക്കുക, നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക, ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുക, ചോക്ലേറ്റ് ഇടുക. അത്രയേ ഉള്ളൂ. അതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് സമയത്തിനൊന്ന് വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം ഒന്ന് ഐസിങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ. ഇത് നമ്മുടെ ക്രീമിട്ട് ഐസിങ് ഒക്കെ ചെയ്തൊന്ന് ലെയറാക്കി ഇതുപോലെ ഒന്ന് വരക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇതിനകത്തൊന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാൻ. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഗനാഷ് ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഒരു അല്പം കൂടെ ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ നന്നായിട്ട് ഒഴിച്ച് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇത് സൈഡിൽ കൂടെയൊക്കെ വാഞ്ചോയ്ക്ക് ഈ ഒരു ഡിസൈൻ ഏതെങ്കിലും ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. അപ്പം ഞാനിത് ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ കൂടെ ഇങ്ങനെ ഡ്രോപ്പൊക്കെ കൊടുക്കുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ച്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് ഡിസൈൻ എങ്ങനെ വേണമെന്നുള്ളത്. അതൊക്കെ ഇതുപോലെ കൊടുത്ത് നമുക്ക് പൂവാണെങ്കിൽ സൈഡിൽ കൂടെയൊക്കെ അടിയിൽ ഇങ്ങനെ ഡിസൈനൊക്കെ കൊടുക്കാം. ഒരു ചെറിയ ഡിസൈനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാഞ്ചോ കേക്ക്. വളരെ രുചികരമായ കേക്കാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ 1.5 കിലോ ഉണ്ടായിരുന്നു കേട്ടോ, 4 ലെയർ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.